നമസ്കാരം, ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. നമ്മൾ ഇന്ന് രണ്ട് വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. ഒന്ന് കോഴിക്കോടെ വാഹനാപകടം, രണ്ട് നമ്മുടെ ലക്ഷ്മി ബാലുവിൻ്റെ മരണം. പക്ഷെ മറ്റ് രണ്ട് കാര്യം ആദ്യം സൂചിപ്പിച്ചു പോകേണ്ടതാണ്. ഒന്ന്, തീർച്ചയായും ഇന്ന് പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങൾ 31 വാർഡുകൾ തിരഞ്ഞെടുപ്പ്. ഈ 31 വാർഡുകളിൽ നിലവിലുണ്ടായിരുന്ന പൊസിഷൻ എന്ന് പറയുന്നത് CPM അല്ലെങ്കിൽ LDF 15 സീറ്റും UDF 11 സീറ്റും BJP 3 സീറ്റുമായിരുന്നു. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ 17 സീറ്റായി. അല്ല, എനിക്ക് തോന്നുന്നത് മറ്റേ UDF 13 അങ്ങനെയായിരുന്നു. എന്തായാലും 4 സീറ്റ് കൂടുതൽ UDF കൂടി, 4 സീറ്റ് LDF കുറഞ്ഞു. BJP നിലനിർത്തി. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയത് കൊല്ലം ജില്ലയിൽ ഏതാണ്ട് 4 സീറ്റ് UDF LDF പിടിച്ചെടുത്തിരുന്നു. LDF UDF പിടിച്ചെടുത്തിരുന്നു. അപ്പോൾ UDF LDF പൂർണ്ണമായും എഴുതിത്തള്ളാൻ പറ്റുന്ന ഒരു സാഹചര്യത്തില്ല. കാരണം കൊല്ലത്ത് അവർക്ക് കൂടുതൽ സീറ്റ് കിട്ടി. ഇപ്പോൾ ജില്ലാ സമ്മേളനത്തിൽ ഇന്നലെയൊക്കെ അവിടെ വലിയ വേർസനോ ബോളൊക്കെ നടക്കുമ്പോൾ അവിടെ UDF സീറ്റ് അവർ പിടിച്ചെടുത്തു. അപ്പോൾ കൊല്ലത്ത് കോൺഗ്രസ് ശക്തമല്ല എന്നുള്ളതിൻ്റെ കൂടെ ഒരു ദുർബലമായ സംഘടനാ സംവിധാനം ദുർബലമാണ്. നേതാക്കന്മാർ മാത്രമേ ഉള്ളൂ, താഴോട്ട് അണികൾ വേണ്ടേ. പക്ഷേ മറ്റിടങ്ങളിൽ അത് പരമ്പരാഗതമായി കോൺഗ്രസിന് സീറ്റ് ഉണ്ടായിരുന്ന പിന്നീട് പോയ കഴിഞ്ഞ ഒരു 3-4 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഗ്രിപ്പ് പോയ തൃശ്ശൂർ, പത്തനംതിട്ട, ഇടുക്കി ഇങ്ങനെയുള്ള ചില ജില്ലകളുണ്ട്. ഈ ജില്ലകളിൽ വീണ്ടും കോൺഗ്രസ് തിരിച്ചു വരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു സൂചന. അതായത് ജില്ലയിലുള്ള നേതാക്കന്മാരെങ്കിലും ഇത്തരം കാര്യങ്ങൾ മുൻകൈ എടുക്കുകയും അത് ഫലപ്രദമായി പ്രവർത്തിക്കാൻ ചെയ്താൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അതിൽ KPCCയിലുള്ള കുറേ ഭാരവാഹികളും പ്രസിഡന്റ് ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. അത് ഇപ്പോൾ ഇവരുടെ താല്പര്യം ആരാണ് KPCC പ്രസിഡന്റ് എന്നൊക്കെയുള്ള അടുത്ത മുഖ്യമന്ത്രി ആരാണ് സുധാകരൻ മാറണം. എന്താണ് ഇപ്പോൾ സുധാകരൻ മാറുന്നത്? അത്യാവശ്യം ഇവർക്ക് വളരെ അത്യാവശ്യം. ഇവർക്ക് എപ്പോഴും ഇവർക്കൊരു നല്ലൊരു അവസരം ഒത്തു വരുമ്പോൾ ആ നേരത്തെ വെള്ളം കുറവെടുക്കുന്ന പരിപാടിയാണ് ഇത്. ഭാവിയിൽ മുഖ്യമന്ത്രി കസേരയ്ക്ക് തടസ്സമുള്ളവരെയൊക്കെ വെട്ടുന്ന ഒരു പരിപാടി നടക്കും. അതിൻ്റെ ഭാഗമായി നടക്കുന്നതാണ്. പരസ്പരം അലക്ഷനും വെട്ടുകിടക്കും. അതാണ്. അപ്പം നമുക്കിത് വിഷയം വിശദമായി കോൺഗ്രസുമായി ബന്ധപ്പെട്ട വിഷയം നമുക്ക് മറ്റൊരു ദിവസം വിശദമായി ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഇനി രണ്ടാമതൊരു കാര്യം പറഞ്ഞു പോകേണ്ടത് നമ്മുടെ ചാണ്ടിയമ്മൻ കുഞ്ഞിൻ്റെ കാര്യമാണ്. ചാണ്ടിയമ്മൻ വീണ്ടും വിശദീകരിക്കുന്നു. ഞാൻ പറഞ്ഞത് ഉള്ള കാര്യമല്ലേ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ പരാതിയൊന്നും അല്ലല്ലോ പറഞ്ഞത്, ഉള്ള കാര്യമല്ലേ പറഞ്ഞു. എനിക്ക് ചുമതല തന്നില്ലല്ലോ എന്നാണ് പറയുന്നത്. എല്ലാവർക്കും ചുമതല കൊടുക്കാൻ പറ്റുമോ? നടക്കില്ലല്ലോ. 140 MLA-മാരുണ്ട് കേരളത്തിൽ. ഇതിൽ കോൺഗ്രസിന് 50ഓളം പേരുണ്ട്. ഈ 50 പേർക്ക് ചുമതല കൊടുക്കാൻ പറ്റും? ചുമതല തരേണ്ടതാണോ? നമ്മൾ അങ്ങോട്ട് എന്ന് പറയേണ്ടതല്ലേ. ഞാൻ പ്രവർത്തിക്കാന്ന് ചുമതല തന്നില്ല എന്നും കൊണ്ട് പോകാതിരിക്കുകയാണ്. അല്ല, മാത്രമല്ല അന്ന് ഒരു ഉമ്മൻചാണ്ടിയുടെ സ്മൃതി കുടീരത്തിൽ രാഹുൽ പുഷ്പ ചക്ര അർപ്പിക്കാനും അനുഗ്രഹം വാങ്ങാനും വന്നപ്പോൾ ആശാൻ സ്ഥലത്തില്ല. ചോദിച്ചോ പറയുന്നത് ഡൽഹിയിൽ പോയിരുന്നു. നേരത്തെ അത് അക്കാര്യത്തിൽ തീരുമാനം എടുത്തിരുന്നു. അത് CSR ഫണ്ടുമായി ബന്ധപ്പെട്ട എന്തോ കാര്യത്തിന്. എന്ത് CSR ഫണ്ട്? കേരളത്തിലെ ഏറ്റവും സുപ്രധാനമായൊരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടുത്തെ സ്ഥാനാർത്ഥി വന്നിരിക്കുകയാണ്. അല്ല, അത് തന്നെ അയാളുടെ ഒരു തലതിരിഞ്ഞ ഒരു സ്വഭാവത്തിൻ്റെ. അപ്പം ഞാൻ പുതുപ്പള്ളിക്കാരോട് ഇന്ന് സംസാരിച്ചു. എല്ലാവരും അസ്വസ്ഥരാണ്. പുതുപ്പള്ളിയിലെ ഔദ്യോഗിക ഭാരവാഹികളോട് ഞാൻ സംസാരിച്ചു. മണ്ഡലം പ്രസിഡന്റുമാരെ, ബ്ലോക്ക് പ്രസിഡന്റുമാരൊക്കെ ഉള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ പലരോടും സംസാരിച്ചു. എല്ലാവരും അതൃപ്തരാണ്. അവർ പറയുന്നത് ഒന്നായാലും മണ്ഡലത്തേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല, വല്ലപ്പോഴും വന്നിട്ട് പോകും. ഉമ്മൻചാണ്ടിയുടെ 7 അയൽപക്കത്തെത്തില്ല. അത് ഞായറാഴ്ച ദിവസം ഉമ്മൻചാണ്ടി അവിടെ ഉണ്ടാവുമായിരുന്നു. ലോകത്തോടൊപ്പം ഉമ്മൻചാണ്ടി ഞായറാഴ്ച പള്ളിയിൽ അയാൾ വരത്തേയില്ല, ആരെയും കാണത്തില്ല. അയാൾ ഫുൾ ടൈം യൂറോപ്പിലാണ്. ഇപ്പം എനിക്കറിയാം, അയാൾക്ക് ഒരുപാട് സ്പോൺസേഴ്സ് ഉണ്ട് യൂറോപ്യൻ രാജ്യങ്ങളിൽ. അവരാണ് പലരും വണ്ടി മേടിച്ച് കൊടുക്കുന്നത്, ഡ്രൈവർമാരുടെ ശമ്പളം കൊടുക്കുന്നത്, അങ്ങനെ നടക്കുന്ന ഒരുപാട് സ്പോൺസേഴ്സ് ഉണ്ട്. ഇയാൾ എവിടെയെല്ലാം വിദേശത്ത് പോകാൻ അവസരം കിട്ടും അതെല്ലാം ചാടിപ്പിടിക്കും. അവിടെ ഒരു കാര്യം ഞാൻ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം, ഞാൻ കഴിഞ്ഞ ദിവസം രാഹുലിനെ വിളിച്ചപ്പം രാഹുലിനോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ ഫെബ്രുവരി UK എന്ന് ചോദിച്ചു. ഇല്ല ചേട്ടാ, ഞാൻ അറിഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞാൽ നിങ്ങളവിടെ ഫെബ്രുവരി UK എന്നൊരു പ്രോഗ്രാം വരുന്നുണ്ട്, ഞാൻ അറിഞ്ഞല്ലോ. എന്നെ അവർ വിളിച്ചിരുന്നു, ഞാൻ തീരുമാനിച്ചിട്ടൊന്നുമില്ല. അപ്പം ഞാൻ ചോദിച്ചു, എന്നെ പോകാത്തത്. ഓ ചേട്ടാ, എനിക്ക് എൻ്റെ മണ്ഡലം വിട്ട് മാറി നിൽക്കാതെ പറ്റത്തില്ലെന്ന് പറഞ്ഞു. കുറച്ച് കാലേ ഉള്ളൂ, ഇനി കാലാവധി പോലും കുറച്ച് കാലേ ഉള്ളൂ. കറങ്ങാതെ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ആലോചിച്ച് നോക്കി, സ്വന്തം മണ്ഡലത്തിലെ ഒരു പരിപാടിക്ക്. ഒന്നാമത്തെ കാര്യം മരണങ്ങൾ, കല്യാണങ്ങൾ, ഇത് രണ്ടിലുമാണ് നിർബന്ധമായും ഒരു ജനപ്രതിനിധി പോകേണ്ടത്. ഇയാൾക്ക് ഇതിൽ താല്പര്യമില്ല. മാത്രമല്ല അവിടുത്തെ സംഘടനാ സംവിധാനം കൂടെ കൃത്യമായിട്ട് നോക്കണ്ടേ, പരിപാലിച്ച് അതിൻ്റെ അവരെല്ലാം നശിപ്പിച്ചിട്ടിരിക്കുക. അപ്പോൾ ഞാൻ അവിടെ ഒരു വിവരം പറഞ്ഞത്, അവിടുത്തെ ഒരു വർക്കി ബ്ലോക്കല്ല, ഒരു മണ്ഡലം പ്രസിഡന്റാണ്. ഉമ്മൻചാണ്ടി കാലം മുതലേ വളരെ സിഗൻ. ഇയാളും ബ്ലോക്ക് പ്രസിഡന്റ് ഗിരീഷ്, ഇവരെല്ലാം കൂടി ചേർന്നിട്ടാണ് അവിടുത്തെ ബ്ലോക്ക് കമ്മിറ്റിക്ക് രൂപം കൊടുത്തു. തൽക്കാലത്തേക്ക് ഒരു സംവിധാനം ഉണ്ടാക്കി. പക്ഷെ ലിസ്റ്റ് വന്നപ്പം അതിൻ്റെ അകത്തില്ലാത്ത 5-6 പേരുണ്ട്, 5-8 പേരുണ്ട്. അപ്പോൾ ഈ മണ്ഡലം പ്രസിഡന്റ് വിളിച്ചു ബ്ലോക്ക് പ്രസിഡന്റിനോട് ചോദിച്ചു, അതിപ്പോൾ ചാണ്ടിയമ്മനോട് MLA ചോദിക്കാൻ പറഞ്ഞു. MLA ചോദിച്ചാൽ, നീ നിൻ്റെ കാര്യം നേക്കാൻ മതി, ഞാൻ തീരുമാനിച്ചോളാം ആരെ ഉൾപ്പെടുത്തുന്നതിൻ്റെ അധികാരം. പുള്ളി നീ പോയി പണി നോക്കണം, 2 തെറിയും വിളിച്ചിട്ട് രാജിവെച്ച് പോയിരുന്നു.
പിന്നെ അവസാനം തിരുവഞ്ചൂർ രാധാകൃഷ്ണനും നാട്ടം സുരേഷും കാലം പിടിച്ചിട്ടാണ് അങ്ങനെ അവിടെയുള്ള കംപ്ലീറ്റ് പാർട്ടി സംവിധാനങ്ങളെ ഇയാൾ വെറുപ്പിച്ച് കൈവച്ചിട്ട് ഇത്രയും ആളുകളെ ചേർത്ത് നിർത്തി ഉമ്മൻചാണ്ടിയെ പോലുള്ള ഒരു നേതാവ് ഉണ്ടായിരുന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആരും വന്നാലും ഉമ്മൻചാണ്ടി എത്ര കൃത്യമായി അടുത്ത തവണ കഷ്ടി ജയിച്ചേക്കാം, അതോടെ തീർന്നു. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴേ അടുത്ത തവണ അച്ചുവിനെ ഇറക്കുവാണെങ്കിൽ സേഫാണ്, അല്ലെങ്കിൽ ആ മണ്ഡലം പോകുന്ന അവസ്ഥയാണ്. എനിവേ നമ്മുടെ വിഷയം അതൊന്നും നമ്മൾ ചർച്ച ചെയ്യേണ്ട 2 വിഷയങ്ങൾ. ഒന്നാമത്തെ വിഷയം കോഴിക്കോട് നടന്ന സംഭവമാണ്. ആൽവിൻ എന്ന പാവം ചെറുപ്പക്കാരൻ അവിടുത്തെ ഒരു ഓട്ടോമൊബൈൽ സ്ഥാപനത്തിൻ്റെ റീൽസ് ചിത്രീകരണത്തിനിടയിൽ അയാൾ മരിച്ചു എന്നുള്ളത് ഒരു വശത്ത്. പക്ഷേ ഈ മരിച്ചതുമായി ബന്ധപ്പെട്ട് പിന്നീട് വരുന്ന വിവാദങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ അതിനെ കൂടുതൽ ശ്രദ്ധേയമാക്കിയത്. ഏത് വണ്ടിയാണ് ഇടിച്ചത്? 2 ആഡംബര വാഹനങ്ങൾ, ഒന്ന് ബെൻസ്, ഒന്ന് പിന്നെ ഡിഫൻഡർ. ഇതിലേത് വണ്ടിയാണ് ഇടിച്ചതെന്നുള്ളത് ബന്ധപ്പെട്ട് ഇന്നലെ പോലീസ് എടുത്ത നിലപാട് തീർത്തും അപഹാസ്യമായിരുന്നു. ഇവിടെ ഇന്നും ചർച്ചയാവാത്ത, ഞാൻ എന്നെ അത്ഭുതപ്പെടും നമ്മുടെ മാധ്യമങ്ങൾ എങ്ങനെയാണ് ഒരു വിഷയത്തെ അവരുടെ താല്പര്യത്തിനനുസൃതമായി മാറ്റുന്നത് എന്നതിനുള്ള ഉദാഹരണമാണിത്. ഇന്നലെ രാവിലെ സംഭവിച്ച കാര്യമാണ്. രാവിലെ 7 മണിക്ക് മറ്റൊരു സംഭവം ഉണ്ടായതാണ്. ഇന്ന് രാവിലെ ഏഷ്യാനെറ്റോ മറ്റൊരു ചർച്ചയാക്കുമ്പോഴാണ് ഇതൊന്നും, ഞാൻ പത്രങ്ങളൊക്കെ നോക്കി, കാര്യമായ പത്രങ്ങളൊന്നും വാർത്തയുള്ളൂ, നോർമൽ വാർത്ത മാത്രമല്ല. ഈ വാർത്തകളെല്ലാം എങ്ങനെയായിരുന്നു? നമ്മൾ അവിടെയാണ് അതിൻ്റെ അപകടം മനസ്സിലാക്കേണ്ടത്. റീൽസ് ഷൂട്ടിങ്ങിനിടയിൽ വാഹനം ഇടിച്ചു മരിച്ചു. അപ്പോൾ കമൻ്റ് എന്താണ്? അവൻ അനുഭവിക്കട്ടെ, അവനത് പോവട്ടെ, ഇതാണ് പിള്ളേരെല്ലാം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ ട്രെയിനിൽ തൂങ്ങിക്കിടന്ന് ഇതുപോലെ ചെയ്ത് തോന്നലുണ്ടാക്കി. യഥാർത്ഥത്തിൽ ഇത് റീൽസ് ഷൂട്ടിങ്ങോട്ടൊരു ബന്ധവുമില്ല. സങ്കടകരമായ കാര്യം, റീൽസ് എന്ന് പറയുന്ന തരത്തിൽ വാർത്ത ഉണ്ടാക്കിയിട്ട് ചിലരെ രക്ഷിക്കാൻ വേണ്ടി നടത്തിയ ശ്രമമാണ്. ആ ചെറുക്കൻ അറിയപ്പെടുന്ന ഈ മേഖലയിൽ, അതായത് ഈ വീഡിയോ ഷൂട്ടിങ്ങിൽ, ഈ റീൽസ് റീൽസ് അല്ല, ഇയാൾ വീഡിയോ എഡിറ്റിങ്ങിലും വീഡിയോ ഷൂട്ടിങ്ങിലും വിദഗ്ധനാണ്, സിനിമയിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ ആ ചെറുക്കൻ റീൽസ് എടുത്ത്, ഇപ്പം റീൽസ് എടുത്ത് അതിൻ്റെ അടുത്ത് അപകടം ഉണ്ടായി മരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു തോന്നൽ എല്ലാവരും നമ്മുടെ തൊപ്പി കിപ്പി ഇങ്ങനത്തെ ആ ടീംസൊക്കെയാണല്ലോ ചെയ്യുന്നത്, അങ്ങനെയൊക്കെ തോന്നലുണ്ടാവും. അപ്പം ഇത് ബോധപൂർവ്വം ആ ചെറുക്കൻ്റെ മേൽ തോന്നലുണ്ടാക്കുന്ന തരത്തിലുള്ള പത്രങ്ങൾ വാർത്ത മതി. യഥാർത്ഥത്തിൽ ഇത് റീൽസ് അല്ല എന്ന് മാത്രമല്ല, ചർച്ചയാവേണ്ടിയിരുന്നത് ഇതിൻ്റെ പിന്നാമ്പുറ കഥകളാണ്. നമ്മളിപ്പോൾ പറയുന്നത് 999 എന്തോ ഒരു സ്ഥാപനമാണ് ഇതിൻ്റെ. ഈ 999 എന്തോ പെട്രോൾ കല്ലിങ്കൽ, അത് കല്ലിങ്കൽ കമ്പനിയുടെ, കല്ലിങ്കൽ എന്ന് പറഞ്ഞാൽ അവിടുത്തെ വലിയ കമ്പനിയാണ്. അതായത് കോഴിക്കോട് മലബാറിലെ തന്നെ ഇവർ ഒരുപാട് സഹോദരന്മാരുണ്ട്, ഒരുപാട് ബന്ധുക്കളുണ്ട്. അവർക്കില്ലാത്ത പെട്രോൾ പമ്പുകളും വാഹന ഡീലർഷിപ്പുകളും. ഓട്ടോമൊബൈൽ രംഗത്തെ വലിയ പ്രമുഖരാണ്. ഓട്ടോമൊബൈൽ രംഗത്തെ വലിയ പ്രമുഖനാണ് ഈ കല്ലിങ്കൽ. എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്തും കല്ലിങ്കലുണ്ട്. ആ കല്ലിങ്കൽ നെടുമങ്ങാട്ടുള്ള ബന്ധമുള്ള അല്ല. അപ്പം ഈ കല്ലിങ്കൽ എന്തായാലും ആയിക്കോട്ടെ, ഈ കല്ലിങ്കൽ എന്ന് പറയുന്ന കമ്പനിയുടെ മുതലാളിയായ ഏറ്റവും ഇളയ ഒരു സബാദ് ഈ സബാദ് ആയിരുന്നു വണ്ടി ഓടിച്ചിരുന്നെന്ന് പറയുന്നു. അവസാനം ഈ അപകടത്തിൽപ്പെട്ട അയാളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് റീൽസ് എന്ന തരത്തിൽ പ്രചരിപ്പിച്ചത്. നമ്മൾ ആലോചിക്കേണ്ടത് ഇത് ചെയ്തത് എന്താണ്? 2022 തെലങ്കാനയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു ബെൻസ്. ഈ ബെൻസ് ആണ് അപകടം ഉണ്ടാക്കിയത്. ഈ അപകടം ഉണ്ടാക്കിയ രാജ്മോഹൻ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, 2022 മുതൽ റോഡ് ടാക്സ് അടയ്ക്കാതെ, ടാക്സും ഇല്ല, ഇൻഷുറൻസും ഇല്ല. ഇതേ കാര്യത്താണ് സുരേഷ് ഗോപി അവരെല്ലാവരും കൂടെ പ്രതിക്കൂട്ടി കയറ്റി നടത്തിയത്, പ്രതിക്കൂട്ടിലാക്കിയത്. സുരേഷ് ഗോപി അറ്റ്ലീസ്റ്റ് ടാക്സും ഇൻഷുറൻസും അടച്ചിരുന്നു. വേറെ സ്റ്റേറ്റ് പോണ്ടിച്ചേരി ആയിപ്പോയെന്ന്. ആ പോണ്ടിച്ചേരിയാണ് അത് എല്ലാവരും ചെയ്യുന്ന ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. നമ്മുടെ എത്ര പ്രമുഖര വണ്ടി പോണ്ടിച്ചേരിയാണ്. പുള്ളി ഇവിടുത്തെ ടാക്സ് അടച്ചില്ല എന്നല്ല, പക്ഷെ അതും ഇങ്ങനെ മൈന്യൂട്ടായിട്ട് ചെന്ന് നോക്കിയാൽ തെറ്റൊന്നുമല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാജ്യത്ത് എവിടെയെങ്കിലും ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുക, രാജ്യത്ത് എവിടെയെങ്കിലും വണ്ടി രജിസ്റ്റർ ചെയ്യുക, നിങ്ങൾക്കത് അവിടുത്തെ നിയമം അനുസരിച്ച് ഓടിക്കാം. അതാണ് നമ്മുടെ രാജ്യം. ഇതിപ്പോൾ നമ്മൾ പറഞ്ഞ ഈ വിദേശത്തൊക്കെ ആണെങ്കിൽ ഒരു രാജ്യത്തിന് ഒരു നിയമമല്ലേ ഉള്ളൂ, അത്രേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ഡ്രൈവിങ്ങിന് ഈ രാജ്യത്ത് ഒരു നിയമമല്ലേ വരണ്ടേ? ഓരോ സ്റ്റേറ്റിനും ഓരോ നിയമം വരുന്നത് ആരുടെ കുഴപ്പം? ഒരു ടാക്സ് വല്ലേ വരണ്ടത്? ഇത് കേന്ദ്രഭരണ പ്രദേശമാണെന്നുള്ള കാര്യം ചൂണ്ടിക്കാട്ടാണ് പലരും വെള്ളം വയ്ക്കുന്നത്. പക്ഷേ കാര്യമില്ല, കേന്ദ്രഭരണ പ്രദേശം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, സംസ്ഥാനം എല്ലാം ഒന്ന് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതങ്ങനെയല്ല. ഇതിന് ടാക്സേ അടച്ചില്ല, ഇതിന് ഇൻഷുറൻസേ ഇല്ല. കാരണം വലിയ മുതലാളിയുടെ വണ്ടി ആരും പിടിക്കത്തില്ല. ഇതിന് ടാക്സും ഇൻഷുറൻസും വലിയ തുക അടയ്ക്കുകയും വേണം. അപ്പോൾ ഈ ഒരു വണ്ടിക്ക് ഇങ്ങനെയാണെങ്കിൽ ഇവരുടെ പല വണ്ടികളുടെ സ്ഥിതി എന്തായിരിക്കും? ഞാൻ ഈ വണ്ടി ഇവർ പറഞ്ഞത് നിരത്തിലിറക്കി ഈ വണ്ടിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് റീൽസുകളിൽ ഞാൻ ഇവരുടെ ഇൻസ്റ്റയിലൊക്കെ ഒന്ന് പോയി, ഒരുപാട് റീൽസുകളിൽ ഈ വണ്ടിയുണ്ട്. പെട്രോൾ പമ്പിലൊക്കെ അതാ മറ്റേ അരീക്കോട് നടന്ന പെട്രോൾ പമ്പ് എല്ലായിടത്തും ഇതുണ്ട്. അപ്പോൾ ഇതിന് ടാക്സ് അടയ്ക്കാതെ, ഇതിന് ഇൻഷുറൻസ് അടയ്ക്കാതെ
ഫീൽഡിൽ ഇറക്കി ഓടിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടിയാണ്. ഇത് മോഡൽ കണ്ടിട്ട് ഇത് വല്ല വില കൂടിയ മോഡലാണ്, വലിയ വില കൂടിയ വണ്ടിയാണ്. അപ്പം ടാക്സ് എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണെന്നറിയോ, നമ്മൾ വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്ത വണ്ടിയായിരിക്കും ചിലപ്പോൾ. നമ്മൾ ഈ വണ്ടികളുടെ ഒരു പ്രശ്നം, ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ബെൻസ് അല്ല ഇത് കണ്ടിട്ട്, ലുക്ക് കണ്ടിട്ട് വിദേശത്ത് കൊണ്ടുവന്നതാണ്. അപ്പോൾ വിദേശത്തു നിന്ന് നമ്മളൊരു വണ്ടി ഇറക്കുമതി ചെയ്ത് 200% ടാക്സ്. അയ്യോ, മറ്റേ സാധാരണ ഒരു വണ്ടി നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ കൊടുക്കുന്ന വെഹിക്കിൾ ടാക്സ് അല്ല, 200%. അതായത് വണ്ടിക്ക് എത്ര രൂപയാണ് വില, അതിൻ്റെ ഇരട്ടിയും കൂടെ കൂട്ടിയുള്ള പൈസയാണ് ടാക്സ് അടയ്ക്കുന്നത്. അല്ല ആകെപ്പാടെ എക്സെപ്ഷൻ ഉള്ളത്, നിങ്ങളിപ്പം വിദേശത്ത് വണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു, വിദേശത്ത് ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ പോയി വിദേശത്ത് വണ്ടി മേടിക്കാം, ഇത്തവണ അവധിക്ക് പോകുമ്പോൾ ഒരു വണ്ടി മേടിക്കുന്നു, എന്നിട്ട് ഞാൻ അടുത്ത തവണ വരുമ്പോൾ ഇങ്ങ് കൊണ്ടുവന്നാൽ ടാക്സ് അളവ് കിട്ടത്തില്ല. ഞാൻ എൻ്റെ വിദേശവാസത്തായിരുന്നെന്നും ആ വിദേശ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങുന്നു എന്നും തെളിയിച്ചാൽ, അതിനുള്ള രേഖ കൊണ്ട് വന്നാൽ, എക്സിറ്റ് വിസയായിട്ട് വന്നാൽ, ഞാൻ അവിടെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വണ്ടി എനിക്ക് ഇവിടെ ഉപയോഗിക്കാം, ഇവിടെ രജിസ്ട്രേഷൻ എടുത്ത് ഇവിടുത്തെ ടാക്സ് അടച്ചാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ വിദേശത്ത് നിന്ന് വന്ന വണ്ടിക്ക് 200% ടാക്സ് അടയ്ക്കണം. അപ്പം ഇവർ എങ്ങനെ കൊണ്ടുപോകുന്നുള്ളത് തന്നെ ചോദ്യമാണ് ഈ ടാക്സ് അടയ്ക്കാതെ. ഇത്ര സ്റ്റേറ്റ് കടന്ന് വന്നതാണ് ഈ വണ്ടി. തെലങ്കാനയിൽ നിന്ന് കേരളം വരെ വണ്ടി ഓടിച്ചെത്തുമ്പോൾ യാതൊരു, നമ്മൾ സാധാരണ ചെക്ക് പോസ്റ്റിൽ പരിശോധനയൊക്കെ ഉള്ളതാണല്ലോ. അപ്പോൾ എന്തായാലും ഇവിടുത്തെ ടാക്സ് അടച്ചിട്ടില്ല. മറ്റേതൊക്കെ ഇനി പോട്ടെ, ഇനി സാങ്കേതികമായി ഇവർ വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്ത് ചിലപ്പം ആ ഇറക്കുമതി ടാക്സ് അടച്ച് കാണും, നമുക്കറിയത്തില്ല. പക്ഷെ ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടില്ല, ടാക്സ് അടച്ചിട്ടില്ല, ഇൻഷുറൻസ് എടുത്തിട്ടില്ല. അപ്പം ഇത് രക്ഷിക്കാൻ വേണ്ടി പെട്ടെന്ന് റീൽസ് എന്ന് പറഞ്ഞൊരു പുകമറ അങ്ങ് സൃഷ്ടിച്ചു. ആൾ പുച്ഛിച്ചോളൂ. അപ്പോൾ ആളുകളെല്ലാം കൂടി അപകടത്തിൽപ്പെട്ടവനെ പുച്ഛിച്ചോളൂ. ആൽവി എന്ന് പറഞ്ഞ പാവപ്പെട്ട പയ്യൻ ജീവൻ പോയി. അവൻ എന്ത് ചെയ്തു? അവൻ ഇവരുടെ കൂലിക്കാരനാണ്. അയാൾ വളരെ സാധാരണ വീട്ടിൽ ജനിച്ചൊരു മനുഷ്യനാണ്, വളരെ ചെറിയ ചുറ്റുപാടുകളുള്ള വളർന്ന മനുഷ്യൻ. അവൻ പോയി 2 വണ്ടി വരുമ്പോൾ ആ വണ്ടി, അതായത് 2 വണ്ടികൾ ചേസ് ചെയ്ത് വരുന്നതിൻ്റെ വീഡിയോ എടുക്കുവാണ്. ഈ 2 വണ്ടി ചേസ് ചെയ്തത് വീഡിയോ അവൻ എടുക്കുമ്പം സ്വാഭാവികമായും അവൻ്റെ മുമ്പിൽ നിന്ന് എടുക്കാൻ പറ്റത്തുള്ളൂ, അത്രേ ഉള്ളൂ. അവിടെ ഈ ആക്സിലേറ്റർ ചവിട്ടിയവൻ, ബ്രേക്കിന് പകരം ആക്സിലേറ്റർ ചവിട്ടി. ഈ വണ്ടി മത്സരത്തിൻ്റെ വീഡിയോ എടുക്കുമ്പോൾ അവസാനം കൊണ്ട് ചവിട്ടേണ്ടതുണ്ട്, ആക്സിലേറ്റർ ചവിട്ടി. ഈ ചവിട്ടിയതാരാ? നിങ്ങൾ ഈ പറഞ്ഞ സബാദ്. അയാളുടെ പേര് വരാതിരിക്കുക, അതിനു വേണ്ടിയിട്ട് അവർ ചെയ്ത പണികളോ തെളിവ് നശിപ്പിക്കലോ, ഈ മൊബൈൽ ഫോൺ അടക്കം, ഈ മരിച്ചവൻ്റെ മൊബൈൽ ഫോൺ അടക്കം, മൊബൈൽ ചെറിയ ഉറപ്പാണല്ലോ, അതെല്ലാം പോയി. എല്ലാം മാറ്റിയിട്ട് ഇവർ പറഞ്ഞു ഇത് മറ്റേ ഡിഫൻഡർ വണ്ടിയാണ്, ഡിഫൻഡറാണ്. കാരണം ഡിഫൻഡറിനെ ആയിരുന്നു കേരള രജിസ്ട്രേഷൻ, ടാക്സ് ഇൻഷുറൻസും എല്ലാം ഉള്ള വണ്ടി തന്നെയാണ്. ആലോചിച്ച് നോക്കി. എന്നിട്ട് പോലീസ് അതിന് കൂട്ടുനിന്നു. ഇത്രയും സമയമെടുത്തില്ലേ പോലീസ്? എന്നിട്ട് അല്ല, മോട്ടോർ വാഹന വകുപ്പ് അവിടെ വന്ന് ഇവർക്ക് നമ്മുടെ GD എൻട്രി പോലൊരു സാധനം ഉണ്ടല്ലോ, ഇത് റെക്കോർഡ് ചെയ്യുമ്പോൾ അപകടത്തിൻ്റെ ഇത് നോക്കും. ഈ അപകടത്തിൻ്റെ പരിക്ക് നോക്കിയിട്ടാണ് അവർ ഇതെങ്ങനെയായി ഇൻഷുറൻസിന് യോഗ്യത ഉണ്ടെന്ന് നോക്കുന്നത്. അവരെങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ ബെൻസിലാണ് ഈ പരിക്ക് മുഴുവൻ, ബോണറ്റ് പോയി മറ്റേതിന് കുഴപ്പം പറ്റിയിട്ടില്ല. മറ്റേതാണ് ഇടിച്ചെന്ന് പറയുന്നുണ്ട്, ഡിഫൻഡർ. അപ്പോൾ ഈ പോലീസുകാരെന്ന് സാമാന്യ ബുദ്ധി വെച്ച് അവർ ഈ വണ്ടി പരിശോധിച്ചിട്ട് പോലും ഇല്ലെന്ന് ചുരുക്കം. അല്ല, രാജ്മോഹൻ, നമ്മുടെ നാട്ടിൽ ഇങ്ങനെയാണ് നടക്കുന്നത്. സ്വാധീനമുള്ളവർക്ക് ബാധകമല്ല. നാട്ടിൽ സ്വാധീനമുണ്ടെങ്കിൽ എന്തും ചെയ്യാം, ഒന്നും ബാധകമല്ല. അപ്പം ഇവിടെ ഇത് മുഴുവൻ അട്ടിമറിച്ച്, നിയമവാഴ്ചയെ മുഴുവൻ അട്ടിമറിച്ച്, അക്ഷരാർത്ഥത്തിൽ ഈ പറയുന്ന ഒരു സംവിധാനത്തെ അട്ടിമറിച്ച് രക്ഷപ്പെടുത്തി നോക്കുക. മാത്രമല്ല, ഇത്തരത്തിൽ കാര്യങ്ങൾ ഇത്രയും റിസ്ക് എടുത്തുള്ള സാധനം ഷൂട്ട് ചെയ്യുമ്പോൾ എടുക്കേണ്ട അത്യാവശ്യം പ്രാഥമികമായ കാര്യങ്ങൾ ഇവർ ചെയ്തിട്ടില്ലല്ലോ. ഇവർ നേരെ അങ്ങ് ഷൂട്ട് ചെയ്യല്ലേ ഇത് കയറി. ഈ കോഴിക്കോട് ബീച്ച് റോഡിൽ സ്ഥിരം ഇങ്ങനെ മത്സരോട്ടോ പരിപാടിയൊക്കെ കൊണ്ടുവന്ന ആളുകൾ പരാതി. കവടിയാറിൽ നിന്ന് വെള്ളാമ്പലത്തേക്ക് ഇതുപോലെ മത്സരം നടക്കും. ഇപ്പോൾ ഇവിടെ നമ്മുടെ തിരുവല്ലത്തുനിന്ന് ഹൈവേയിൽ, പുതിയ ഹൈവേയിൽ, കോവളം റൂട്ടിൽ ദാസനം പരിപാടി എത്രയോ പേര് മരിക്കുന്നുണ്ട്. ഇപ്പോൾ അതങ്ങോട്ട് മാറി എന്തോ ഒരാളുകൾ മരിക്കുന്നുണ്ട്. ഒരു ബൈക്ക് ഇടിച്ചിട്ട് ആ ചെറുക്കൻ്റെ തല 3 കിലോമീറ്റർ അപ്പുറം പോയി വീഴുന്നതാണ്. ഒരു ബൈക്ക് 2 ബൈക്കിൽ കൂടി തീ പിടിക്കുന്നതിൻ്റെ ദൃശ്യം ഒരിക്കലും വന്നിട്ടുണ്ട് CCTV-യിൽ കുറേ കാലം മുമ്പ്. ഇവിടെ നടക്കുന്ന കാര്യം. അതുപോലെ തന്നെ തിരുവല്ലം പാലത്തെ നിന്ന് ഇങ്ങോട്ട് 1 വേ കയറി എത്ര പേര് മരിക്കുന്നുണ്ട് അതറിയോ? ആ തിരുവല്ലം പാലത്തെ നിന്ന് റോഡ് പണിതപ്പോൾ അവിടുന്ന് വരുന്ന വണ്ടി ഇങ്ങോട്ട് വിടാനായിട്ട് ഇത് വിട്ടുപോയി. തിരുവല്ലത്തുനിന്ന് നമ്മൾ വരുമല്ലോ, അങ്ങോട്ട് വരുമ്പോൾ ആ പാലത്തിനവിടെ വന്നിട്ട് ഈ കഴക്കൂട്ടം ഭാഗത്തേക്ക് പോകാനായിട്ട് കിഴക്കോട്ട് പോകാൻ പാലത്തോട്ടാണ് പോകേണ്ടത്. അപ്പോൾ അവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ അതില്ല. അപ്പോൾ അവിടുന്ന് വന്നിട്ട് ഈ 1 വേ കൂടെ തന്നെ വന്നിട്ടാണ് തിരിഞ്ഞു കയറുന്നത്. ഇങ്ങോട്ട് പോകേണ്ടത് എങ്ങോട്ടാണ്? കിഴക്കോട്ട ഭാഗത്തേക്ക്. അല്ലെങ്കിൽ ഇടതോട്ട് പോയി അതിലേക്കിടെ കറങ്ങിയിട്ട് അവിടുന്ന് ഇറക്കി കൊണ്ട്, പക്ഷേ ഇറങ്ങാൻ സ്ഥലമില്ല. അങ്ങ് പിന്നെ ഈഞ്ചക്കിന് പോയിട്ട് തിരിച്ചു വരണം. ഇവർ അതിനൊരു സംവിധാനം ഒരുക്കിയില്ല. അതുകൊണ്ട് ഈ തിരുവല്ല ഭാഗത്തുനിന്ന് വണ്ടിയെല്ലാം ഇവിടുന്ന് കയറി ഇങ്ങോട്ട് പോരും. ഇപ്പോഴും ആ ഹൈവേയിൽ, ആ 1 വേയിൽ ഇപ്പോൾ പോലീസിനെ വെച്ചിരിക്കുക. ഒരു 50 പേരെങ്കിലും മരിച്ചിട്ടുണ്ടാവും. പ്രത്യേകിച്ച് വെളുപ്പാങ്കാലത്ത് പോലീസ് ഇല്ലാത്ത സമയത്തുണ്ടല്ലോ. മാത്രമല്ല, എയർപോർട്ടിലേക്ക് പോകുന്നൊരു പോക്കുണ്ട് വെളുപ്പാങ്കാലം. ഞാൻ പലപ്പോഴും വെളുപ്പാങ്കാലത്ത് മുമ്പ് നടക്കാൻ പോകുന്ന പയ്യഞ്ചേക്കൽ കണ്ടിട്ടുള്ള കാഴ്ചയാണ്. എയർപോർട്ടിലേക്ക് അവസാന നിമിഷം കുറേ ആളുകൾ വരും.
അത്ര സ്പീഡിലായിരിക്കും കാർ വരുന്നത്. രാജ്മോഹൻ അങ്ങനെയല്ല, ഇത് ഹൈവേ അല്ലേ, 4 വരി പാതയല്ലേ, മനുഷ്യര് പോകും, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്കിപ്പോൾ 100-120 കിലോമീറ്റർ വേഗതയിൽ പോകും, അപ്പോൾ വണ്ടി വെറുതെ കിടക്കുന്ന ആളുകൾ പോകും. അവിടേക്കാണ് പെട്ടെന്നൊരു വണ്ടി കയറി വരുന്നത്. ഞാൻ എപ്പോഴൊക്കെ തിരുവല്ല കൂടി ചെല്ലുന്നു, തിരുവല്ലം വഴി പോകുന്നു, ഞാൻ അവിടെ നിർത്തി ലെഫ്റ്റ് സൈഡ് പിടിച്ച് ആരുടെയെങ്കിലും പുറകെ പോകത്തില്ല. ഇനി എല്ലാവരും ഇടിക്കുന്നതിന് അവനിട്ട് ഇടിച്ചോട്ടെ, എനിക്കിട്ട് ഇടിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പുറകെ പോകത്തുള്ളൂ. എനിക്ക് പേടിയായാലും ചെല്ലും. എനിക്ക് ഇതുപോലെ വണ്ടി ഓടിക്കാൻ പേടിയുള്ളൊരു സ്ഥലം തിരുവല്ലം പോലെ, ആ ടോൾ പ്ലാസയുടെ തൊട്ട് മുമ്പാണ്, ഇതുപോലെ സ്ഥലമില്ല. അപ്പം ഇതൊക്കെ നടക്കുമ്പോൾ ഇവരെ ഇത് മുഴുവൻ ഊരിയെടുക്കാൻ വേണ്ടി ഈ കല്ലിങ്കൻ്റെ പേര് വരാതിരിക്കും. കല്ലിങ്കൻ്റെ പേര് നമ്മളാണ് ആദ്യം പറയുന്നത്. കല്ലിങ്കൻ്റെ പേര് വരാതിരിക്കുക, ഈ വണ്ടിയുടെ ഉടമസ്ഥരാരാണെന്ന് അറിയാതിരിക്കുക, എന്നിട്ട് ഇതെല്ലാം കൂടി ഇവർ 999 പറഞ്ഞു. ഈ 99 അവരൊരു ബ്രാൻഡാണ്, സ്ഥാപനമല്ലേ അത്, വണ്ടി ഓടിച്ച വ്യക്തിയാണല്ലോ. അല്ല, ഈ സ്ഥാപനം പോലും കല്ലിങ്കൻ്റെ സ്ഥാപനമാണ്. ആ കല്ലിങ്കനെ 999 ഞാനല്ലോ തിരിച്ചറിയുമോ? അപ്പോൾ ഈ കല്ലിങ്കനെ രക്ഷിക്കാൻ വേണ്ടി കാണിച്ച ഒരു വൃത്തികേട്. ശരിക്കും പറഞ്ഞാൽ അവന്മാരെ ഈ ക്രിമിനൽ കുറ്റം ചുമത്തി ജയിലിലടയ്ക്കണം. കാരണം ഒരു മനുഷ്യൻ്റെ ജീവന് കൊലയല്ലേ ഇത്. ഇത് മനഃപൂർവ്വമല്ലാത്ത നരഹത്യ അല്ല ചുമത്തേണ്ടത്, ഇത് നരഹത്യയാണ്. കാരണം ഈ പയ്യൻ മുമ്പിൽ ക്യാമറ എടുത്തുകൊണ്ട് നിൽക്കുന്നത് കണ്ടുകൊണ്ട് അവൻ്റെ നേരെ ഇടിച്ചു കയറ്റിയതാണ്, ഇവരെ ഇടിച്ചു കൊന്നതാണ്. അപ്പം എന്നിട്ട് അവർ പറഞ്ഞു കാണാം ചെറുക്കൻ്റെ വീട്ടുകാരോട് ഇൻഷുറൻസ് കിട്ടുന്നുണ്ടെങ്കിൽ ഞങ്ങൾ പറയുന്നവർക്ക് കേൾക്കണമെന്ന് പറഞ്ഞു കാണും. പലപ്പോഴും അങ്ങനെയാണ് സംഭവിക്കുക. പിന്നെ ആദ്യം പറയുന്ന വാക്കാരിക്കല്ലോ വീട്ടുകാർ പിന്നെ പറയുന്നത്. എന്തായാലും അങ്ങേയറ്റത്തെ ഇതായിപ്പോയി. സമൂഹം അത് വേണ്ട രീതിയിൽ ചർച്ച ചെയ്യുന്നില്ല എന്ന് വളരെ നിരാശാജനകമായ സംഗതിയുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് തീർച്ചയായും നമ്മുടെ പ്രധാനപ്പെട്ട വിഷയത്തിലേക്കൂടെ പോവേണ്ടതുണ്ട്. ലക്ഷ്മിയുടെ അഭിമുഖം. ഞാൻ വളരെ സങ്കടത്തോടെയാണ് മനോരമ വന്ന അഭിമുഖം കേട്ടത്. നമുക്ക് ജോയി തമലം, നമ്മുടെ സുഹൃത്താണ് ജോയി തമലം പറഞ്ഞ് നമുക്ക് ഈ ഇവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ അറിയാം. കാരണം ബാലഭാസ്കറിൻ്റെ കളിക്കൂട്ടുകാരനായിരുന്നു ജോയി തമലം. ജോയിയാണ് പരിചയപ്പെടുത്തിയത്, ലക്ഷ്മിയെ പരിചയപ്പെടുത്തി. മാത്രമല്ല ജോയി ചെറുപ്പം മുതലേ ഒരുമിച്ച് പഠിച്ച് വളർന്ന് സൗഹൃത്തുക്കളായിരുന്നു. ജോയി ആയിരുന്നു പലപ്പോഴും ബാലഭാസ്കറിനെ എഴുതി കൊടുക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ജോയി ആയിരുന്നു. അങ്ങനെ ഒരു വലിയ അടുപ്പം ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിലും ജോയി ഒരിക്കലും ലക്ഷ്മിയെ തള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ജോയി അറിയത്തില്ലെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലക്ഷ്മിയെ പലരും തള്ളി പറയുമ്പോഴും ഞാൻ വിശ്വസിച്ചിരുന്നില്ല. ഒരുപാട് വാർത്തകൾ ഈ ലക്ഷ്മിയായിട്ട് ബന്ധപ്പെട്ട് അവരെ വിമർശിച്ച ഒരുപാട് വാർത്തകൾ നേരത്തെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പക്ഷേ അതിന് ഗൗരവം കൊടുത്തിരുന്നില്ല. കാരണം ഭർത്താവ് മരിച്ചുപോയ, മകൾ മരിച്ചുപോയ ഒരു സ്ത്രീയുടെ വേദനയും സങ്കടവും ഒക്കെ നമ്മൾ, അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു, ആരോഗ്യ പ്രശ്നം. അപ്പോൾ അവർ ത്രെഡ് ചെയ്തു, അല്ലെങ്കിൽ മൈക്രോ ത്രെഡ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് പലതും പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാനതിനെ ഗൗരവിച്ചില്ല. കാരണം ഒരു സ്ത്രീ ഭർത്താവും കുഞ്ഞും മരിച്ച ഉടനെ ജീവിതകാലം മുഴുവൻ ധരിച്ചുകൊണ്ടിരിക്കണമെന്നൊന്നുമില്ല, അഭിപ്രായം എനിക്കില്ല. പക്ഷേ ഇന്നലത്തെ അവരുടെ അഭിമുഖം കണ്ടപ്പോൾ എനിക്ക് അവരോടുള്ള ബഹുമാനവും ആദരവും പോയി. അപ്പോൾ പല വിവാദങ്ങളുണ്ട്. ഇപ്പോൾ അർജുനെ സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട് പിടിച്ചു എന്നുള്ള വാർത്ത പുറത്ത് വരുന്നുണ്ടല്ലോ. അർജുനെ സ്വർണ്ണക്കടത്തുമായിട്ട് വാർത്ത പിടിച്ചു എന്നുള്ള വാർത്ത വന്നപ്പം വീണ്ടും ഇത് ചർച്ചയായി. ബാലഭാസ്കറിൻ്റെ അപ്പൻ രംഗത്തിറങ്ങി. ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ഈ ബാലഭാസ്കറിൻ്റെ അങ്കിൾ എൻ്റെ സുഹൃത്താണ്, ഒരു ബാലചന്ദ്രൻ എന്ന് പറഞ്ഞ സിംഗപ്പൂരിലുള്ളത്. അപ്പോൾ എനിക്ക് ആ ഒരു കണക്ഷൻസൊക്കെ ഉണ്ട്. എനിക്കും നേരത്തെ വലിയ വിഷയം. ഈ അച്ഛനെ കാണും സത്യം എനിക്ക് ഭയങ്കര വിഷമം തോന്നും. അദ്ദേഹം ഇങ്ങനെ ഇതിനു വേണ്ടി ഇത്ര കഷ്ടപ്പെടുന്നുണ്ട്. ഈച്ചരവാര്യരുടെ ഓർമ്മ വരും. രാജൻ്റെ അച്ഛൻ ഈച്ചരവാര്യരെ പോലെ എനിക്ക് ഓർമ്മ വരും. പ്രായമൊക്കെ വെച്ച് നോക്കുമ്പോൾ അങ്ങനെ തോന്നും. നമുക്ക് പറയാം, നമ്മൾ മുമ്പൊരിക്കൽ ചർച്ച ചെയ്ത ആർ.ഡി.ഒ സന്തോഷിൻ്റെ അമ്മ, CT സുകുമാരൻ്റെ അച്ഛൻ, ഇങ്ങനെയൊക്കെ അവരുടെ അച്ഛനും അമ്മയൊക്കെ അവസാനം അവർ മാത്രമാകും. അത് അവർ പ്രായമായവരായിരിക്കും, അവരുടെ കാലം വരെ മാത്രം അവർക്ക് അന്വേഷിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങളുണ്ട് നിർത്തും. ബാക്കി ആരും ഇതിന് കൂട്ടിയിരിക്കില്ല എന്നുള്ളത് നമ്മളെ ഞെട്ടിപ്പിക്കും പലപ്പോഴും. അല്ല രാജ്മോഹൻ, ഇവിടെ നമ്മൾ 4 കാര്യങ്ങൾ. അപ്പം ഞാൻ അഭിമുഖത്തിലേക്ക് വരാം. ഈ അഭിമുഖത്തിലേക്ക് വരുമ്പോൾ ഈ അഭിമുഖം ഒരു ഒരു പ്രീ പ്ലാൻഡ് PR ഓപ്പറേഷനാണ്. ആർക്ക് വേണ്ടി? ലക്ഷ്മിക്ക് വേണ്ടി അല്ല. ലക്ഷ്മി എന്തിനാണ്? ലക്ഷ്മിക്ക് ഇതിനകത്ത് മിണ്ടായിരുന്നാൽ പോരെ. ഇത് മറ്റാരോ, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച മറ്റാർക്കോ വേണ്ടി. ഇപ്പം ജോയിയൊക്കെ പറയുന്ന ഇഷാൻ ദേവോ അവരൊക്കെയെന്ന് പറയുന്നുണ്ട്, എനിക്കറിയില്ല. ഈ ആരോ ബോധപൂർവം ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള ദുരൂഹതകളൊക്കെ അവരെ ബാധിക്കുന്നത് കൊണ്ട് അത് ഒഴിവാക്കുന്നതിന് വേണ്ടി ഇപ്പം ലക്ഷ്മിക്ക് ഇതിൽ വരേണ്ട കാര്യമൊന്നുമില്ല. കാരണം ലക്ഷ്മിക്ക് അങ്ങനെ ഒരു ഡാമേജ് ഒന്നുമില്ല. ആളുകൾ ചിലത് കുരുമ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലാവരുടെ നാവടയ്ക്കാൻ പറ്റത്തില്ല. ഇപ്പം വായിൽ തോന്നൊക്കെ വിളിച്ചു പറയും. നമുക്കങ്ങനെ സോഷ്യൽ മീഡിയ നാവടയ്ക്കാൻ പറ്റത്തില്ല. മാത്രമല്ല ലക്ഷ്മി എന്തായാലും തൻ്റെ ഭർത്താവിനെ കൊല്ലാൻ കൂട്ടു നിൽക്കുന്നെന്ന് ആരും വിശ്വസിക്കത്തില്ല, ഒരിക്കലും വിശ്വസിക്കത്തില്ല. പക്ഷേ എന്ത് സംഭവിച്ചു എന്ന് പറയാൻ ലക്ഷ്മി കാട്ടുന്ന ഒരു വൈമുഖ്യത്തെ ആളുകൾക്ക് വിഷമമുണ്ടായിരുന്നു. പക്ഷേ ലക്ഷ്മിയെ പിന്തുണച്ചിരുന്നവർക്ക് പോലും ലക്ഷ്മിയോട് ഒരു എതിർപ്പ് തോന്നുന്ന തരത്തിലായി വരുന്ന അഭിമുഖം. എല്ലാവർക്കും ക്ലീൻ ചിറ്റ് കൊടുത്ത രീതിയിലായില്ലേ? കാരണം എല്ലാ ആരോപണങ്ങൾക്കും ക്ലീൻ ചിറ്റ് കൊടുത്ത്
ഈവൻ ഇതിനകത്ത് ഒരുപാട് ചോദ്യങ്ങൾക്ക് ലക്ഷ്മി ഉത്തരം പറയാനുണ്ട്. ചോദിക്കേണ്ട ചോദ്യങ്ങൾ ചോദിച്ചിട്ടുമില്ല. അത് ഞാൻ പറഞ്ഞു. അതായത് ആ പയ്യൻ ഇൻ്റർവ്യൂ എടുത്ത പയ്യൻ ജയമോഹൻ. ഈ ജയമോഹൻ ഇല്ല ഈ ഗ്രൂപ്പിൽപ്പെട്ടവരായിരുന്നു. ഈ ജയമോഹനും ജോയി തമലവും ഇവരെല്ലാം ഒരുമിച്ച് പഠിച്ചവരും ഒരുമിച്ച് സുഹൃത്തുക്കളും എല്ലാം ഒരു ഇതായിരുന്നു, പേഴ്സണൽ ബന്ധമുള്ളവരാണ്. പേഴ്സണൽ ബന്ധം. അപ്പം ഇത് വളരെ കൃത്യമായി ഇപ്പം ഞാൻ പറഞ്ഞപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഇത്തരം ഇൻ്റർവ്യൂകൾ മനോരമയിൽ വരാറുള്ളൂ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് മറ്റൊരിടത്തും വരാറില്ല. മനോരമയുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ മനോരമ ഈ നമ്മൾ ബാക്കി ആരാണെങ്കിലും എല്ലാ മാധ്യമങ്ങളും എരയെ കിട്ടുന്നത് പോലെയാണ് നമ്മൾ ഗ്രില്ല് ചെയ്തത്. പക്ഷേ മനോരമ അവർക്ക് ചില പോളിസിയുണ്ട്. അവർ ഒരാളെ അഭിമുഖത്തിന് കിട്ടുവാണെങ്കിൽ അയാൾക്ക് ചില ഡിമാൻഡ് ഉണ്ടെങ്കിൽ അത് അതേപടി അംഗീകരിക്കും. ആ ഡിമാൻഡിൻ്റെ അപ്പുറത്തേക്ക് അവർ കടക്കില്ല. പിന്നെയും കെണി ഒരുക്കി വീഴ്ത്തും. ആരാന്നറിയാം? ജോണിയുടെ ഇൻ്റർവ്യൂ ആണ്. ജോണി ലൂക്കോസിൻ്റെ ഇൻ്റർവ്യൂവിലെ അറിയാതെ ജോണി ആ ഒരു ഫ്രെയിം വർക്കിൻ്റെ അകത്തിരുന്നാണ് സംസാരിക്കുന്നത്. പക്ഷേ ജോണിയുടെ വാക്കിൻ്റെ അകത്ത് പെട്ടുപോകും. അത് ജോണി പക്ഷേ മറ്റുള്ളവരുടെ ആരെങ്കിലും ഇൻ്റർവ്യൂ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവർ കൃത്യമായി ആ ഇൻ്റർവ്യൂവിന് വരുന്ന ആളുടെ താല്പര്യം സംരക്ഷിച്ചായിരിക്കും ചെയ്യുന്നത്. അപ്പം ദിലീപിൻ്റെ വിഷയമെടുക്കുക. ദിലീപിനെതിരെ ആദ്യം ആരോപണമുണ്ട്, പ്രതിയാവുന്നില്ല. നടിയെ കാണാതെ പോയ വിഷയത്തിൽ ദിലീപിൻ്റെ ആരോപണം ഉണ്ടാകുന്നത് നമ്മളൊക്കെയാണ് അന്ന് കത്തിക്കുന്നത്. അന്ന് ദിലീപ് നമ്മുടെ അന്ന് അർജുൻ എന്ന് പറഞ്ഞ നമുക്കൊരു റിപ്പോർട്ടുണ്ടായിരുന്നു. അയാളെ വിളിച്ചിട്ട് നിനക്ക് നാണമുണ്ടോ വർക്ക് ചെയ്യാൻ, നിനക്ക് ഞാൻ മനോരമ ജോലി മേടിച്ചു തരാം, നീങ്ങി പോരാനൊക്കെ പറഞ്ഞൊരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കാരണം നമുക്കന്ന് ആ കേസ് അന്വേഷിച്ചിരുന്ന സംഘവുമായൊരു ബന്ധമുണ്ടായിരുന്നു. അത് നമുക്ക് കുറച്ച് വിവരം കിട്ടുമായിരുന്നു. അപ്പോൾ ഈ കാലയളവിന് ശേഷം ആദ്യം കൊട്ടിണങ്ങി പിണറായി വിജയൻ വന്നിട്ട് പറഞ്ഞു വേറെ ആർക്കും പങ്കില്ല, ഇത് ഇങ്ങനെ സംഭവിച്ചതാണ് എന്ന് പറഞ്ഞ് ക്ലീൻ ചിറ്റ് കൊടുത്തു. ഈ ഒരു ആത്മവിശ്വാസത്തിൽ ദിലീപ് എന്ത് ചെയ്തതെന്ന് വെച്ചാൽ മനോരമയിൽ ഇതുപോലെ തന്നെ PR ഇൻ്റർവ്യൂ കൊടുത്തു. ആ PR ഇൻ്റർവ്യൂവിൽ അയാൾ മറുനാടിനെയും അന്ന് മാതൃഭൂമിയിലോ മറ്റോ ആരും തോന്നുന്നു വേണുവിനെയും പരോക്ഷ പേരെടുത്ത് തന്നെ വേണുവിനെ ലൈംഗികാധിക്ഷേപം നടത്തി നമ്മളെ വല്ലാതെ അധിക്ഷേപിച്ച് സംസാരിച്ചു. ഇതിനൊക്കെ ഒരു അവസരം മനോരമ ഒരുക്കി കൊടുക്കും. കാരണം മനോരമയെ സംബന്ധിച്ചുള്ള അവരുടെ ആ ഒരു PR-ന് വേണ്ടിയിട്ട് അവർ റെഡിയാണ്. ഇന്നലെ എത്ര പരസ്യം ഉണ്ടായിരുന്നു ഈ ഇന്റർവ്യൂവിനിടയിൽ തന്നെ. കാണും എത്ര പരസ്യങ്ങൾ. അല്ല മനോരമയ്ക്ക് മാത്രമേ കിട്ടുള്ളൂ. കാരണം മനോരമയെ വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ. മറ്റൊരു മാധ്യമത്തെ ഈ കാര്യത്തിൽ ഈ ഇൻ്റർവ്യൂ കൊടുക്കുന്നവർ വിശ്വസിക്കുക. കാരണം അവർക്ക് ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല. കൃത്യമായി ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് കൊണ്ട് എത്തിക്കണം. അതായത് നിങ്ങൾ ഇതിൻ്റെ അകത്ത് ഇപ്പം ലക്ഷ്മിയോടെ സത്യസന്ധമായ ചില ചോദ്യങ്ങൾ ചോദിച്ചാൽ ലക്ഷ്മിക്ക് ഉത്തരം മുട്ടിപ്പോവും, ലക്ഷ്മി പരാജയപ്പെട്ടു പോകും. ഇപ്പം നമ്മുടെ ആ ജനകീയ കോടതി അതിൻ്റെ അകത്തുള്ള ചോദ്യങ്ങൾ 24 ജനകീയ കോടതി അല്ലെങ്കിൽ ജോണി ലൂക്കോസിൻ്റെ ഇൻ്റർവ്യൂകൾ, ഈ ഇൻ്റർവ്യൂകളൊക്കെ നമ്മൾ കണ്ടാൽ ഈ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഇവർ പെട്ടുപോകും. ഗ്രില്ല് ചെയ്യുമ്പോൾ ശരിക്കും അറിയാതെ ഉത്തരം അല്ലെങ്കിൽ ഉത്തരം മുട്ടിപ്പോകുന്ന അവസരം. അപ്പോൾ ഇതിൽ പോവാതെ വളരെ സോഫ്റ്റായിട്ട് അതിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം കൊടുത്താണ്. അപ്പോൾ എന്തോരം ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനുണ്ട്. ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടില്ല. ഈ ഉത്തരം പറയാൻ കഴിയാത്ത ഒരു ചോദ്യവും ചോദിച്ചിട്ടില്ല. ഒരുപക്ഷെ ആ ഇൻ്റർവ്യൂവിന് ശേഷം എഡിറ്റ് ചെയ്തായിരിക്കും കാണിച്ചിട്ടായിരിക്കും കൊടുത്തത് പോലും. ഉറപ്പാണല്ലോ അത്. പക്ഷേ ലക്ഷ്മി അക്ഷരാർത്ഥത്തിൽ ആ ഇൻ്റർവ്യൂവിലൂടെ സെൽഫ് ഗോളായി മാറി. അത് പരാജയപ്പെട്ടു. ലക്ഷ്മി അതിനകത്ത് അവർ കുത്തിയിരുന്ന് കമൻറ്റുകൾ ഡിലീറ്റ് ചെയ്യുക. ഞാൻ ആ വീഡിയോയുടെ കാണുമ്പോൾ അതിൻ്റെ അടിയിലെ കംപ്ലീറ്റ് കമൻറ്റുകൾ ലക്ഷ്മിക്കെതിരായിരുന്നു. പക്ഷേ ഇപ്പോൾ കാണുമ്പോൾ കമൻറ്റുകളൊന്നുമില്ല, അവർ മാറ്റി കാണും. അപ്പോൾ ഇവിടുത്തെ ഒരുപാട് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ലക്ഷ്മി എന്തുകൊണ്ടാണ് ഇതുവരെ പൂർണ്ണമായ മൗനം പാലിച്ചത്? ലക്ഷ്മി എന്തുകൊണ്ടാണ് ഈ ഗൗരവമായ അന്വേഷണത്തിൻ്റെ ഒന്നും പിന്നാലെ പോവാതിരുന്നത്? ലക്ഷ്മി എന്തുകൊണ്ടാണ് ഈ ബാലഭാസ്കറിൻ്റെ സഹോദരി മരിച്ചിട്ടോ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി, അമ്മാവൻ ഏറ്റവും സ്വാധീനം ചെലുത്തിയ വ്യക്തി ബാലഭാസ്കർ മാത്രമല്ല, ഇവർ വിവാഹം കഴിഞ്ഞിട്ട് വീട്ടുകാർ അത്ര നല്ല ബന്ധം അല്ലെങ്കിൽ പോലും ശശികുമാർ സാറുമായിട്ട് വളരെ അടുത്ത ബന്ധമായിരുന്നു എന്നാണ് ജോയിക്ക് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ശശികുമാർ സാർ മരിച്ചിട്ട് പോയില്ല, സഹോദരി മരിച്ചിട്ട് പോയില്ല, സഹോദരി ദീർഘമല്ല കിടപ്പിലുമായിരുന്നു. എന്ന് മാത്രമല്ല, ഇതെങ്ങനെയാണ് ഈ പ്രകാശൻ തമ്പിയുടെ കയ്യിൽ മൊബൈൽ ഫോണും പേഴ്സും വന്നത്? അതുപോലും ന്യായീകരിക്കാം. പേഴ്സും മൊബൈൽ ഫോണും പ്രകാശൻ തമ്പിയുടെ കൊടുത്തു, എന്നിട്ട് പേഴ്സ് തിരിച്ചു കിട്ടി, മൊബൈൽ ഫോൺ കിട്ടിയില്ല. അവർ അഭിമുഖത്തിൽ പറയുന്നുണ്ട് മൊബൈൽ പിന്നെ തരാം എന്ന് പറഞ്ഞു. എന്തിനായാലും തന്നെ സംശയിക്കണ്ടേ? സ്വാഭാവികം. ഇനി ഈ പ്രകാശൻ തമ്പിയെ ഇതിനു മുമ്പ് ഇവരുടെ മുമ്പ് തന്നെ സ്വർണ്ണക്കടത്തുകാരനാണെന്ന് തെളിവുണ്ട്, പിടിക്കപ്പെട്ടിട്ടുണ്ട് പലതവണ. മരണത്തിന് മുമ്പ് പിടിക്കപ്പെട്ടിട്ടുണ്ട്, മരണത്തിന് ശേഷം പിടിക്കപ്പെട്ടു, ഇപ്പോഴും പിടിക്കപ്പെട്ടിട്ടുണ്ട്. അർജുൻ മഹാഫ്രോഡാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമായിരുന്നു. അർജുൻ ബന്ധുവാണെന്ന് കഴിഞ്ഞ ദിവസം ഏതോ രണ്ട് സമുദായക്കാരാണ്. അയാൾ നമ്പൂരിയാണല്ലോ ഈ അർജുൻ നമ്പൂരിയാണ്. നമ്പൂരിയെ കണ്ടാണ് ഇവരെ സംബന്ധപ്പെട്ട ആളല്ല അയാൾ. അപ്പോൾ ആലോചിച്ച് നോക്കി,
അതായത് അടിമുടി ദുരൂഹമായിരുന്ന ഇടപാടുകൾ. മാത്രമല്ല പിറ്റേ ദിവസം റെക്കോർഡിങ്ങുകളുണ്ട്, രാത്രി പാതിരാത്രി പോകുന്നത്. അതൊരിക്കലും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഒരു സംഗീത സംവിധായകൻ ഒരു യാത്ര പോയിട്ട് പെട്ടെന്ന് നാളെ റെക്കോർഡിംഗ് ഒന്നും തിരിച്ചു വരാൻ കഴിയില്ല. കാരണം അയാൾക്ക് ഒരുപാട് കാര്യങ്ങൾ അറേഞ്ച് ചെയ്യണ്ടേ. പെട്ടെന്ന് തിരിച്ചു വരിക എന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ പറ്റില്ല. അത് ഉറക്കളച്ച് ചെയ്യേണ്ട ഒരു സാധനം അല്ല. അപ്പം അടിമുടി ദുരൂഹമാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് മറ്റേ ആ പൂന്തോട്ടം പ്രധാന വില്ലനാണ്. ഈ ലതയും ഈ പ്രകാശൻ തമ്പിയും ഇതിലെ യഥാർത്ഥ വില്ലന്മാരാണ്. മറ്റേ അർജുനൊക്കെ വെറും ഇടനിലക്കാർ മാത്രമായിരിക്കും. ഈ പ്രധാനപ്പെട്ട വില്ലന്മാരെയൊക്കെ വെള്ളപൂശാൻ വേണ്ടിയിട്ട് ലക്ഷ്മി ശ്രമിച്ചു എന്നുള്ള ആരോപണം ശക്തമാവുക. അത് ലക്ഷ്മിക്ക് എന്തെങ്കിലും ലാഭമുള്ളത് കൊണ്ടാണോ നമുക്കറിയില്ല. ലക്ഷ്മി പറയുന്നുണ്ട് എന്നെ ഭീഷണിപ്പെടുത്തി ആരും ഒന്നും പറയിപ്പിക്കില്ല എന്നുള്ള രീതിയിലൊക്കെ അവർ പറയുന്നുണ്ട്. പക്ഷെ അവർ ആരോ ഭയപ്പെടുന്നുണ്ട്. ആരെ ഭയപ്പെടുന്നു. ഇനി എനിക്കതിനകത്ത് തോന്നുന്ന മറ്റൊരു സാധ്യത, ഇപ്പം ഈ ലക്ഷ്മിക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ അറിയാം. ലക്ഷ്മിക്ക് മാത്രമേ അറിയാവുള്ളൂ. മറ്റൊരു ബാലഭാസ്കരനാണ്. ലക്ഷ്മി ഇത് വിവാദമായി പോവാനോ ഇത് ചർച്ചയായി നിൽക്കാനോ ആഗ്രഹിക്കുന്നില്ല. ആകെയുള്ള ഒരു സംശയം, അത് പക്ഷേ നമുക്ക് ഒരു പക്ഷേ നമുക്ക് ലക്ഷ്മിയോട് ഇനി അവശേഷിക്കുന്ന ഏക ഒരു അനുകമ്പ തോന്നാനുള്ള ഏക സാധ്യത ഒരു പക്ഷേ, അത് പക്ഷേ വലിയൊരു ഒഫൻറ്റീവാണ്. അങ്ങനെ ഞാൻ ഒഫൻസീവാണ് ഇത് പറയുന്നത്. ഒരു പക്ഷേ ഈ ബാലഭാസ്കറിന് പോലും ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധമുണ്ടായിരുന്നിരിക്കാം, അറിഞ്ഞോ അറിയാതെയോ. പലപ്പോഴും കലാകാരന്മാർ അറിയാതെ പെട്ടുപോകാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അതായത് ഞാൻ മനസ്സിലാക്കുന്നത് എന്താ വെച്ചാൽ ഈ സ്വർണ്ണക്കടത്ത് മാഫിയകൾ അവർ ഈ കാരിയേഴ്സിനെ വെച്ചാണല്ലോ സ്വർണ്ണക്കടത്ത് നടത്തുന്നത്. അപ്പം ഏറ്റവും കൂടുതൽ എളുപ്പമുള്ളത് ഈ സ്റ്റേജ് ഷോയ്ക്ക് വേണ്ടി വിദേശത്ത് പോകുന്നു. അപ്പോൾ ഒരു 25 പേരല്ലേ 30 പേർക്കായിരിക്കും ഒരുമിച്ച് വിസ എടുത്ത് കൊടുക്കുന്നത്. അതിനകത്ത് തബലിസ്റ്റ് കാണും, ഫ്ലൂട്ട് വായിക്കുന്നവൻ കാണും, മേക്കപ്പ് മേൻ കാണും, ഇങ്ങനെ എല്ലാവരും കാണും. ഇപ്പം മോഹൻലാലൊക്കെ പോകണം ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ ഈ പറയുന്ന പല ആളുകളും ഈ പറയുന്ന പ്രധാനപ്പെട്ട ഒഴിച്ച് ബാക്കിയെല്ലാം ഈ പറയുന്ന ഇത്തരം മാഫിയകൾ തിരികെ കയറ്റി വിടുന്ന ആളായിരിക്കും. ഇതാണ് ഇയാൾ മേക്കപ്പ് മേൻ എന്ന് പറഞ്ഞത്. എന്നിട്ട് ഇവരുടെ യഥാർത്ഥ ഉദ്ദേശം സ്വർണ്ണക്കടത്ത്. അതുപോലെ തന്നെ പരിശോധനകൾ, ഇപ്പോൾ അറിയപ്പെടുന്ന ഒരു താരമാണ് വരുന്നതെങ്കിൽ പരിശോധനകൾ കസ്റ്റംസിൽ കുറവായിരിക്കും. ഇപ്പം ഞാൻ പറഞ്ഞ മോഹൻലാലിനെ പരിശോധിക്കൂ ഇല്ല, റിമി ടോമിയെ പരിശോധിക്കില്ല. അപ്പം ഇവർ പലരും ഇത്തരം കലാഭവനെ പരിശോധിക്കാൻ ഇറങ്ങിയാണ് വലിയ വിവാദമായത്. അപ്പം ഇത്തരം സാധ്യതകൾ ഒരു പക്ഷേങ്കിൽ ഈ അത്തരം ഒരു നിർബന്ധിത സാഹചര്യത്തിൽ ഈ മാഫിയയുടെ ഭാഗമായി എന്തെങ്കിലും ഒരു അബദ്ധത്തിൽ ചെന്നപ്പെട്ടിട്ട് ഈ ബാലഭാസ്കറും വീണിട്ടുണ്ടാവാം. കാരണം ഇന്നിപ്പം തമലത്തോട് സംസാരിക്കുമ്പോൾ തമലം പറഞ്ഞതിന് 50 ലക്ഷം രൂപയും കണ്ട് 40 ലക്ഷം രൂപ എടുത്തു പറഞ്ഞു. അപ്പം അങ്ങനെയുള്ള ഇടപാടുകളെക്കുറിച്ചൊക്കെ വെളിയിൽ വരണ്ട എന്ന് ഓർത്തൊരു പക്ഷേ ലക്ഷ്മി മൗനം പാലിക്കുന്നതാകാനുള്ള ഒരു സാധ്യതയാണ് ആകെയുള്ളത്. പക്ഷേ ലക്ഷ്മിയുടെ ബാലഭാസ്കറിൻ്റെ വീട്ടുകാരെ കട്ടയ്ക്ക് നിൽക്കുമ്പോൾ ലക്ഷ്മി മൗനം പാലിക്കാതെ അന്വേഷണത്തിലേക്ക് ഇറങ്ങേണ്ടതാണ്, അല്ലേ? തീർച്ചയായും. ഇതിലൊരു നമ്മൾ ഏറ്റവും ചിന്തിക്കേണ്ടുന്ന കാര്യം, നമ്മുടെ നാട്ടിൽ വളരെ ഈ നിസ്സാരമായ റോഡപകടം എന്ന് കരുതിയിരുന്ന ഒരുപാട് കാര്യങ്ങൾ പിന്നീട് വലിയ കൊലപാതകങ്ങളെന്ന് തെളിയിച്ചിട്ടുണ്ട്. പഴയ കണിച്ചുകുളങ്ങര അപകടം ഓർമ്മയുണ്ട്. 2005 നടന്ന് ചിട്ടി കമ്പനി, ഹിമാലയ ചിട്ടി കമ്പനിക്കാർ, അവരുടെ മാനേജരായിരുന്ന രമേശൻ. അയാൾ ഹിമാലയ ചിട്ടി ഫണ്ടിൽ നിന്ന് പണങ്ങി പോയിട്ട് എവറസ്റ്റ് ചിട്ടി ഫണ്ട് തുടങ്ങി. അവസാനം വാഹനാപകടം, അന്ന് ആ വാർത്ത ഡെസ്കിൽ നിന്ന് കൊടുത്ത ഞാനായിരുന്നു. ഒരു വാഹനാപകടം കൊടുത്തെല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ പോയത്. പക്ഷേ പിറ്റേന്ന് മുതലാണ് ഇതിൻ്റെ സംശയം തോന്നാൻ തുടങ്ങുന്നത്. അവസാനം എവറസ്റ്റ് ചിട്ടി ഫണ്ടുകാരെ പിടിക്കുന്നു. അവസാനം കോടതി ജീവനും ശിക്ഷിച്ചവരെ. ഒരു നിസ്സാര വാഹനാപകടം എന്ന് കരുതിയിരുന്ന ആ ഒരു കണിച്ചുളങ്ങര സംഭവമാണ് പിന്നീട് വലിയൊരു കൊലപാതകത്തിലേക്കായിരുന്നുള്ള നയിച്ചത്. അല്ലെങ്കിലും രാജ്മോഹൻ, കൊലപാതകങ്ങൾ ഏറെയും നടക്കുന്നത് വാഹനാപകടത്തിൻ്റെ രൂപത്തിലാണ്. വളരെ എളുപ്പമാണ്. ഒരാളെ കൊണ്ടെങ്കിൽ ഇടിപ്പിച്ച് കൊന്നാൽ മതി. പോലീസിനെ നമുക്ക് സ്വാധീനം ഉണ്ടെങ്കിൽ പോലീസ് അപ്പം തന്നെ അത് അപകടമായി എഴുതി അങ്ങ് തള്ളും. ഇനി CBIക്ക് ഒന്നും നേരമൊന്നും ഉണ്ടാവത്തില്ല. ഈ കേരളത്തിൽ നടക്കുന്ന പല അപകടങ്ങളും കൊലപാതകങ്ങളാണ്. അത് തെളിയിക്കുക എന്ന് പറയുന്നത് വലിയ നമ്മുടെ എസ് വി പ്രദീപിൻ്റെ മരണത്തിന് വളരെ ദുരൂഹതകളുണ്ട്. അതിൻ്റെ പശ്ചാത്തലമൊക്കെ പരിശോധിച്ചാൽ അയാൾ ഈ വായ്ത്തൊന്നൊക്കെ വിളിച്ചു പറയുകയും സർക്കാർ ഭയങ്കരമായിട്ട് അയാൾ ശക്തമായിട്ട് അറ്റാക്ക് ചെയ്യുമായിരുന്നു. അത് പരാതി ഉണ്ടായി, കേസുണ്ടായി. അന്ന് എല്ലാവരും ആവേശത്തോടെ നിന്നു. പക്ഷെ അവസാനം ഇതിൻ്റെ അന്വേഷണത്തോട് വരുമ്പോൾ ഉത്തരം പറയാൻ അയാളുടെ ഭാര്യ മാത്രം. അതാണ് എപ്പോഴും സംഭവിച്ചത്. അയാളുടെ ഭാര്യയ്ക്ക് ജോലിയും കുടുംബവും പിള്ളേരെ നോക്കണ്ടേ. ഡോക്ടറാണ് അവർ. ഞാൻ അവിടെ അടക്കിന് പോയതാണ്. പിന്നീട് ഒരു തവണ എന്നെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. നമ്മൾ പോലും ഒരു തവണ സംസാരിച്ചിട്ടുണ്ട്. എല്ലാവരും വിടും. ആ സമയത്ത് എസ് വി പ്രദീപുമായിട്ട് എനിക്ക് നല്ല കണക്ഷൻ ഉണ്ടായിരുന്നു. പ്രദീപ് മരിച്ചതോടെ നമുക്ക് പിന്നെ ആ വീടുമായിട്ട് ബന്ധമില്ല. അതെപ്പോഴും സംഭവിക്കാറുള്ളതാണ്. നമുക്ക് വേണ്ടപ്പെട്ട ആരാണോ ആ വീട്ടിലുള്ള മരിച്ചു. ഇപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ നാട്ടിലെ ഒരു ഞങ്ങൾ മോൻ എന്ന് വിളിച്ചിരുന്ന ഒരു പയ്യനുണ്ടായിരുന്നു. മോൻ എന്നാണ് അവനെ എല്ലാവരും, മോൻ ചേട്ടാന്നാണ് പിള്ളേർക്ക് വിളിക്കുന്നത്. ആലോചിച്ച്, മോൻ എന്നാണ് അവനെ വിളിക്കുന്നത്. അവൻ്റെ ഇളയ മോൻ ഒറ്റ മകനാണ്. TT മത്തായിസാന്ന് പറഞ്ഞ സാറിൻ്റെ മകനാണ്. ഒറ്റ മകനാണ്. 2 പെൺപിള്ളേരാണ്. അപ്പോൾ ഇവൻ നല്ല പയ്യനാണ്.
നല്ല പഠിക്കുന്നത്. പിന്നെ ഇച്ചിരി ഇടയ്ക്കൊന്ന് ഉഴപ്പൊക്കെ വന്നിട്ട് അവൻ ഈ നാട് വിട്ടു പോകാൻ ഒരു മടി കാരണം നാട്ടിൽ തന്നെ അവൻ അത്യാവശ്യം ഇലക്ട്രിക് വർക്കൊക്കെ നിൽക്കുമായിരുന്നു. ഒരിക്കലും ഇവന് ഈ ലൈൻ ലൈൻ അഴിച്ച് മാറ്റാൻ തീരുമാനിച്ചു. ഇലക്ട്രിക് ലൈൻ എന്തിനാണെന്ന് വെച്ചാൽ ഇവിടുത്തെ പണി അവനാണ് ചെയ്യുന്നത്, ഇലക്ട്രിസിറ്റി ഓഫീസോട് ബന്ധപ്പെട്ട്. ഇവനിത് അഴിച്ച് മാറ്റുന്നതെന്ന് വെച്ചാൽ റബ്ബർ തടി വെട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവൻ കുറച്ചു കാലമായിട്ട് ഈ കോൺട്രാക്ടർമാരുടെ കൂടി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ എന്തോ പണി വന്നിട്ട് ഈ ഓരോ സ്ഥലത്തേക്കുള്ള ഫ്യൂസുകളുടെ പൊസിഷൻ മാറിയിരുന്നു. അപ്പം ഞങ്ങളുടെ വീടിൻ്റെ ഓപ്പോസിറ്റ് ഒരു ഫ്യൂസ് ഉണ്ടായിരുന്നു. ഈ ഫ്യൂസ് ഊരിയാൽ ആ പോകുന്ന വഴിയിലേക്കുള്ള കണക്ഷൻ പോകും. പക്ഷേ ഈ ഫ്യൂസ് അവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിലും കണക്ഷൻ മാറ്റി വേറെയാക്കിയിരുന്നു. ഇവരൊന്നും അറിഞ്ഞില്ല. ഇവൻ ഈ ഫ്യൂസ് ഊരിക്കൊണ്ട് അവനവിടെ ചെന്നു, ഈ ലൈനിൻ്റെ മണ്ടേ കയറി അവൻ അവൻ പുറവശം തട്ടി നോക്കുമ്പോൾ കറണ്ടില്ല. ഇവൻ ലൈനെ കയറിയിരുന്നു. പക്ഷെ അപ്പം കറണ്ട് ഇല്ലാതിരുന്നത് കൊണ്ടായിരുന്നു. കറണ്ട് പോയിരിക്കുന്ന സമയത്തായിരുന്നു. ഇവൻ അവിടെ ഇരുന്നപ്പോഴത്തേക്കും കറണ്ട് വന്നു, മറിഞ്ഞു വീണ് മരിച്ചുപോയി. എനിക്ക് ഒരു 10-13 വർഷമായി. ഞാനത് കോട്ടയത്ത് മറുനാടൻ മലയാളം തുടങ്ങിയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് സഹിക്കാനേ പറ്റാത്ത വിഷമമായിരുന്നു. ഞാൻ അവിടെ ഫുൾ ടൈം അവൻ്റെ അടക്കനും ഫുൾ കാര്യം കണ്ട് ഞാൻ അന്ന് ഓർത്തു എല്ലാ അവൻ്റെ പേരിൽ അവിടെ ഒരു ഫുട്ബോൾ പ്രേമിയായിരുന്നു, വോളിബോൾ പ്രേമിയായിരുന്നു. ഒരു വോളിബോൾ മത്സരം നടത്തണം ഞങ്ങളുടെ നാട്ടിലെ. എല്ലാ വർഷവും മരിച്ച ദിവസം അവനെ കാണാൻ വരണം. അവിടെ എന്തൊക്കെ പ്രാർത്ഥനയുണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ പതിയെ മറന്നുപോയി. മരിച്ച ദിവസം പോലും മറന്നുപോയി. തീരും. നമ്മൾ അവനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരു വിഷമമുണ്ടെന്നല്ലാതെ ഞങ്ങളുടെ എത്രയോ യാത്രകളിൽ ഞങ്ങളോടൊപ്പം രസിക്കാൻ വേണ്ടിയിട്ടുണ്ട്. എത്രയോ യാത്രകൾ, അവൻ്റെ എന്തോരം കഥകൾ. പാവം ചെറുക്കനാണ്. എന്നെക്കാൾ ഒരു 2 വയസ്സ് കുറവ്. എന്നെക്കാൾ 2 വയസ്സ് കുറവ്. അത് ഞങ്ങളുടെ സീനിയറായിരുന്നു ശങ്കരാചാര്യ ചേട്ടൻ മരിച്ചപ്പോഴേ തന്നെയാണ് സംഭവിച്ചത്. അത് ട്രെയിനിൽ നിന്ന് വീണല്ലോ അദ്ദേഹം മരിച്ചത്. പിന്നീട് നമ്മൾ ഫൗണ്ടേഷൻ ഉണ്ടാക്കുന്നു, അവാർഡ് ഏർപ്പെടുത്തുന്നു. കുറേ കാലം ഇങ്ങനെ പോയി പിന്നെ അതങ്ങ് സ്വാഭാവികമായി അതങ്ങ് തീർന്നു. നമ്മുടെ ജോൺ ഉലഹന മരിച്ചപ്പോൾ ആ അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു, ജോൺ ഉലഹനല്ലായിരുന്നു ദൂരദർശനിലെ എല്ലാവരും ഓടി വന്നിട്ട് അത് കാരണം കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ ഇലക്ട്രോണിക് മീഡിയ ജേർണലിസ്റ്റാണ്. ആരും തിരിഞ്ഞ് നോക്കിയില്ലെന്ന് പറഞ്ഞു. അതെപ്പോഴും അങ്ങനെയാണ്. മരിച്ചു. അത് പ്രമുഖരൊക്കെ വീടുകളിൽ സംഭവിക്കാറുള്ളതാണ്. അവരെ വീട്ടിൽ മറ്റൊരു പ്രമുഖൻ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ആൾ ചെല്ലും. അതല്ലെങ്കിൽ തീർന്നു. ആ പ്രമുഖൻ്റെ വീട്ടിൽ പിന്നെ ആരും പോകില്ല. എന്തായാലും വളരെ 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 സങ്കടകരമായ അവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ ലക്ഷ്മിയുടെ വിശ്വാസ്യതയും ക്രെഡിബിലിറ്റിയും നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. സങ്കടകരമാണ് അവസ്ഥ. ആ അച്ഛൻ്റെ പോരാട്ടത്തിന് നമ്മൾ പിന്തുണ അർപ്പിക്കുന്നു. എന്താണ് സംഭവിച്ചത്? യഥാർത്ഥത്തിൽ ഇതൊരു അപകടം തന്നെയാണ്. ഈ അപകടത്തിൻ്റെ പിന്നിൽ ഗൂഢാലോചനകളുണ്ട്. എന്തിനായിരുന്നു ലത ആ രാത്രി മുഴുവൻ ആശുപത്രിയിൽ അവരുണ്ടായിരുന്നു, വണ്ടിയിലുണ്ടായിരുന്നു എന്ന് പറയുന്ന പെട്ടി എവിടെ പോയി? ആ മൊബൈൽ ഫോൺ എന്തിനവർ കൊണ്ടുപോയി? എന്തായിരുന്നു ഇവരുടെ സാമ്പത്തിക ഇടപാടുകൾ? എന്തായിരുന്നു ഇവർ തമ്മിലുള്ള ബന്ധം? എന്തിനാണ് ആരോ ഭയപ്പെട്ടതുപോലെ പെരുമാറിയത്? എന്തിനാണ് ബാലഭാസ്കർ പാതിരാത്രിയിൽ അവിടെ നിന്ന് യാത്ര പുറപ്പെട്ടത്? ഒരു ദൃക്സാക്ഷി അതിനിടയ്ക്ക് പ്രത്യക്ഷപ്പെടുന്നു, ഒരു മിമിക്രി താരം. പിന്നെ അദ്ദേഹം പോകുന്നു. അയാളാണ് ഈ കലാഭവൻ സ്വാമി. ഇത് മുഴുവൻ കൊളാക്കിയത് അയാളാണ്. അയാളൊരു കള്ളനാണ്, അഴിമതിക്കാരനാണ്. പല ആളുകളെ അയാൾ കയറി ഞാൻ കണ്ടു എന്നൊക്കെ പറഞ്ഞ് വന്നാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഈ നാടകീയത ഉണ്ടാക്കി അവസാനം CBI അന്വേഷണം അയാളുടെ പുറകെ പോയി. ഇയാൾ പറഞ്ഞാൽ നുണയാൻ തെളിഞ്ഞതോടുകൂടി അത് പൊളിഞ്ഞു പോയി. സത്യം പറഞ്ഞാൽ ആ കലാഭവൻ സോബിനാണ് ഇത് മുഴുവൻ കോളാക്കിയത്. എന്തായാലും ബാലഭാസ്കരൻ്റെ പിതാവിൻ്റെ പോരാട്ടത്തിന് ഫലം കാണട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലക്ഷ്മി തൻ്റെ പ്രിയപ്പെട്ടവന് വേണ്ടി കുറച്ചുകൂടി ഉത്തരവാദിത്വത്തോടെ ഇടപെടാൻ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നന്ദി, നമസ്കാരം.